നമസ്കാരം, നന്ദകുമാറാണ്. അപ്പോൾ ഇന്നലെ കോക്ക് ഡിലീറ്റ് ചെയ്തു. പിന്നെ എന്താ മാരിവില്ലൻ ഗോപുരം എന്ന് പറയുന്ന സിനിമയുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ വിവാദമാണ്. അപ്പോൾ അത് കോക്ക് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ പ്രോപ്പർ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കച്ചവട വ്യവസ്ഥ, എവിടെയൊക്കെയാണ് ഇതിൻ്റെ കമ്പനീസ് ഉള്ളത്, അല്ലെങ്കിൽ ഡയറക്റ്റ് സിനിമ എടുക്കുന്ന OTT കമ്പനീസൊക്കെ ഏതാണ്, അവരുടെയൊക്കെ റൂട്ട് ഓഫ് ഫോം എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടൊരു ബിസിനസ് യാത്രയിലായിരുന്നു. അപ്പം അങ്ങനെ കുറേ വൻകിട കമ്പനീസ് ആയിക്കോട്ടെ, ഇപ്പോൾ വലിയ വൻകിട കമ്പനീസിൻ്റെയൊക്കെ CEOമാരുമായിട്ടും അല്ലാതെ അവരുടെ തന്നെ സെയിൽസിൻ്റെ ടീമുമായിട്ടൊക്കെ ഞാനിങ്ങനെ പോയി സംസാരിച്ച്, അപ്പം ഇതിൻ്റെ നമ്മൾ ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓവർസീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ ബിസിനസ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടൊരു കാര്യം. നമ്മുടെ മുന്നിൽ ഒരുപാട് ഏജൻസികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഏജൻറ്റുമാർ പറയുന്ന കഥകൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോയി അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ബിസിനസ് എന്ന് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ യാത്ര ചെയ്ത് എനിക്ക് ടോട്ടലി മനസ്സിലായ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഇനി പുതിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഇൻഫർമേഷനാണ്, ജനങ്ങൾ കാണും എന്നുറപ്പുള്ള ഒരു വസ്തുവിനല്ലാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് കണ്ടാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആവും, അല്ലെങ്കിൽ ജനങ്ങൾ ഇത് കണ്ടാൽ ചിരിക്കും അല്ലെങ്കിൽ സന്തോഷിക്കും എന്ന് പറയുന്ന ഒരു വസ്തുവിനല്ലാതെ ഒരു സാധനത്തിനും 10 പൈസ എങ്ങൊന്നും കിട്ടൂല. ജനങ്ങൾക്ക് അത് കണ്ടാൽ ഇഷ്ടപ്പെടണം. അത് എങ്ങനെ വേണേലും അത് നിങ്ങൾ കോമാളിത്തരം കാണിച്ചോ, കോമാളിത്തരം കാണിക്കാതെ നിങ്ങൾ തലയും കുത്തി മറിഞ്ഞോ എന്തായിക്കോട്ടെ, നിങ്ങൾ എന്ത് കോമാളിത്തരം കാണിച്ചാലും അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു എമൗണ്ട് കിട്ടും. മീൻസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മിനിമം ഒരു ആവറേജ് ചെയ്യാൻ പറ്റും, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു സിനിമയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കാണുമെന്ന് ഉറപ്പുള്ളൊരു പടമാണെങ്കിൽ അതിനൊരു 10 കോടിയോ അല്ലെങ്കിൽ 100 കോടിയോ വരെ നമുക്കത് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ ഭയങ്കരമായിട്ടൊരു 10 കോടി രൂപയുടെ സിനിമ എടുത്തു, അല്ലെങ്കിൽ 20 കോടി രൂപയുടെ സിനിമ എടുത്തു, ആ സിനിമ 10 പേര് പോലും കാണാൻ ശേഷിയില്ലാത്തൊരു പടമാണെങ്കിൽ അതിന് 5000 രൂപ പോലും കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഇതിപ്പോൾ സിനിമാ വ്യവസായത്തിൽ മാത്രമല്ല, എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു 10 കോടി രൂപയുടെ വീട് പണിതിട്ടു, അത് വരുന്നവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വീട് കച്ചവടം ആകത്തില്ല. ഇനി അതല്ല, നിങ്ങളൊരു കളിപ്പാട്ടം ഉണ്ടാക്കി, ഈ കളിപ്പാട്ടം നിങ്ങളുണ്ടാക്കി പുറത്തേക്ക് വിട്ടു, ആ കളിപ്പാട്ടം ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിറ്റ് പോകത്തില്ല. അപ്പോൾ പിന്നെ ഈ സിനിമ അല്ലെങ്കിൽ കലാരൂപം അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ ഇതിനൊന്നും തന്നെ വളരെ വലിയ ഒരു സാധ്യതകളൊന്നുമില്ല. പിന്നെ ഉള്ളത് ഇപ്പം സിനിമയുടെ ബിസിനസ് എന്ന് പറയുന്നത് തിയേറ്റർ വ്യവസായമാണ് ആദ്യത്തെ ബിസിനസ്. അത് കഴിഞ്ഞാലുള്ളത് OTT ബിസിനസ്സാണ്. അത് കഴിഞ്ഞാലുള്ളത് നമ്മുടെ ഇൻ്റർനെറ്റ് ബിസിനസ്സാണ്. ഇത് കഴിഞ്ഞാലുള്ളത് എൻ്റെ ഓഡിയോ ഒക്കെ ബിസിനസ്സാണ്. അപ്പം പല വേർഷൻ ഓഫ് ബിസിനസ് സിനിമയിലുണ്ട്. ഇപ്പോൾ തിയേറ്റർ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എത്ര രൂപ ചിലവ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾ കേരള ഒരു 10-200 തിയേറ്റർ ഉണ്ടെങ്കിൽ ഈ 200 തിയേറ്ററിലേക്കും കണ്ടൻറ്റ് ഇടണമെങ്കിൽ തന്നെ നമുക്കൊരു 10-30 ലക്ഷം രൂപ ചിലവാണ്. പിന്നെ ഈ 200 തിയേറ്ററിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ ഈ പടത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജാണ്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി ഇപ്പോൾ ഒരു തിയേറ്ററിലേക്ക് 200 പേര് കയറുവാണെങ്കിൽ, അല്ലെങ്കിൽ 100 പേര് കയറുവാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് എന്നുണ്ടെങ്കിൽ 100 × 100 അത് ഇത്ര ഷോ, അതിൻ്റെ അത് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഇതെല്ലാം കഴിച്ചിട്ട് കിട്ടുന്ന ഒരു എമൗണ്ടാണ് തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ തിയേറ്ററിൽ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ തിയേറ്ററിൽ പടം വർക്കായി എന്ന് വെച്ചോ, തിയേറ്ററിൽ വർക്കായ പടം കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം തിയേറ്ററിൽ വർക്കായ പടത്തിന് ഒരു പ്രമോഷൻ വർക്കൗട്ട് ആവുമല്ലോ, ഒരു പ്രമോഷൻ സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ആവും. അത് രണ്ട് രീതിയിലുണ്ട്. അതായത് തിയേറ്ററിൽ ഇറക്കിയാൽ വർക്കാവുമെന്ന് വിശ്വാസമുള്ള സിനിമ മാത്രമേ തിയേറ്ററിൽ ഇറക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് OTT മുഖേന ആൾക്കാർ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി ആണെങ്കിൽ ജന്മത്ത് അത് കൊണ്ടുപോയി തിയേറ്ററിൽ ഇറക്കരുത്. കാര്യം ഈ OTT വാച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ വാച്ചിങ് എന്ന് പറയുന്നത് 2 മണിക്കൂറത്തെ സിനിമ കാണാനായിട്ട് 15 മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സിനിമയാണ് OTT അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ കാണുന്ന സിനിമ എന്ന് പറഞ്ഞാൽ. അതായത് OTTയിൽ കാണുമ്പം നമുക്ക് വേറെ കോൾസ് വരും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെ ഫോണിൽ കാണുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ TV ആണെങ്കിൽ കുഴപ്പമില്ല, ഫോണിൽ കാണുന്ന കാര്യമാണ്. ഫോണിൽ കാണുന്ന സിനിമകളുടെ ഒരു സ്റ്റൈലും വീട്ടിൽ TVയിൽ കാണുന്ന സിനിമകളുടെ സ്റ്റൈലും അത് തന്നെ ഹോം തിയേറ്ററിൽ കാണുന്ന സിനിമകളുടെ സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഹോം തിയേറ്ററിൽ കാണുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൻ്റെ സിനിമ പോലെ തന്നെയുള്ളൊരു പ്രോസസ്സ്. അപ്പോൾ ഇതിങ്ങനെ ഒരു മൾട്ടിപ്പിൾ പ്രോസസ്സാണ്.
അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൈസ മുടക്കുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിമാൻഡ് ക്രിയേഷൻ പരിപാടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസ് ഭയങ്കര ഹിറ്റായി എന്ന് പറയുമ്പം ഈ ഇൻ്റർവ്യൂസ് ഹിറ്റായത് കൊണ്ടിട്ട് സിനിമാക്കാർക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല. ഒരു ഇൻ്റർവ്യൂ ഹിറ്റായാൽ ആ സിനിമയുടെ പേര് റീച്ചാവും, അതുവഴി ഓഡിയൻ്റ് തിയേറ്ററിലേക്ക് വന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം ഈ പറയുന്ന മീഡിയ കമ്പനികൾക്ക് മാത്രമാണ്, അതായത് ഓൺലൈൻ മീഡിയ കമ്പനികൾക്ക് മാത്രമാണ്. അവർ ഒരേ വീഡിയോ, അവർക്കിടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടുന്ന വീഡിയോസ് എല്ലാം ഒരേ വീഡിയോ തന്നെ 100 ചാനൽസിൽ വരുമ്പം ഈ 100 ചാനലുകാരും കൂടി ഷെയർ ചെയ്തിട്ടാണ് ആ വീഡിയോയുടെ റവന്യൂ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ചാനലിന് ചിലപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊണ്ടിട്ട്, ചിലപ്പോൾ ഒരു വീഡിയോ കൊണ്ടിട്ടൊക്കെ ചിലപ്പോൾ ഒരു ചാനലിന് കിട്ടുക. അപ്പോൾ അവർക്ക് അതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. കാര്യം സെലിബ്രിറ്റീസ് വരുന്നു, അവരോട് ഇവർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഷെയർ പോകുന്നു, ആൾക്കാർ കാണുന്നു. അപ്പോൾ ഒരു ചാനലിന് 1 ലക്ഷം രൂപ വെച്ചിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 10 ചാനലുണ്ടല്ലോ, 25 ചാനലുണ്ട്, 25 ചാനലിന് എല്ലാം കൂടി ഒരു 25 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടും. ആ പൈസക്കകത്തുനിന്ന് 10 പൈസ പോലും ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന രീതിയിൽ കിട്ടില്ല. പക്ഷേ അവിടെ ഒരു ചാനലിൻ്റെ അകത്തൊരു ബൂമിങ് ഉണ്ടായി, ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം. പക്ഷേ അങ്ങനെ ഒരു കൺവേർഷൻ നടക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂസ് ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂ റീച്ചാവും. പക്ഷേ ഇൻ്റർവ്യൂ റീച്ച് ആവുന്നതിൻ്റെ 1% അല്ലെങ്കിൽ ഒരു 5% ആൾക്കാർ പോലും തിയേറ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ ഈ ഇൻ്റർവ്യൂസ് ഹിറ്റ് ആവുന്നത് കൊണ്ടിട്ടുള്ളൊരു പ്രയോജനം എവിടെയാണെന്ന് വെച്ചാൽ ഇത് നേരെ കണക്റ്റഡ് ആവുന്നത് OTTയിലേക്കാണ്. ചിലപ്പോൾ OTTക്കാർക്ക് ഈ പടത്തിനെക്കുറിച്ച് അറിയാനും അവർ ആ പടം ഒന്ന് റിവ്യൂ ചെയ്യാനും, അത് പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ പണ്ടൊക്കെ പോസ്റ്റർ കൊടുത്ത് സെല്ലിങ് നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു പോസ്റ്റർ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ മമ്മൂട്ടിയുടെ പടമാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഫിനാൻസ് കിട്ടുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് കിട്ടുക, അല്ലെങ്കിൽ തിയേറ്റർ റവന്യൂ കിട്ടുക, അങ്ങനെ പലതരം റവന്യൂസൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ പ്രോസസ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പം സിനിമേനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അതായത് പുതിയ സിനിമ, അതായത് നല്ല സിനിമകൾ ജെന്യുവനായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ജെന്യുവനായിട്ടൊരു സിനിമ നിങ്ങൾ ചെയ്യുക. ആ ജെന്യുവനായിട്ട് നിങ്ങളൊരു സിനിമ ചെയ്താൽ അതിന് ഒരു നല്ല ഓഡിയൻസ് ക്രിയേറ്റഡ് ആവും. ആ ഓഡിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് തരും. അപ്പം സിനിമേനെ ഇനി സമീപിക്കുന്നവർ ജെന്യുവനായിട്ടൊരു കഥ പറയുക, അല്ലെങ്കിൽ ജെന്യുവനായിട്ട് അതിനെ മേക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു ജെന്യുവിനിറ്റി അതിൽ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കച്ചവടം നടത്താനായിട്ടുള്ള സിനിമകളുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പല കമ്പനീസിൻ്റെയും വെണ്ടർ ആവുന്നുണ്ട്. മീൻസ് ഇപ്പം ഞാൻ പടം എടുത്തിട്ട് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില റേറ്റ് കൊടുത്തിട്ട്, നമ്മൾ പൈസ കൊടുത്തിട്ട് സിനിമകൾ മേടിക്കുന്നുണ്ട്. അങ്ങനെ മേടിക്കുന്ന പടങ്ങൾ നമ്മൾ വേറെ മറിച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം നല്ല അത്യാവശ്യം നമുക്ക് വർക്കൗട്ട് ആവുന്ന പടങ്ങളാണെങ്കിൽ നമ്മളല്ലാതെ ഇപ്പം ഭയങ്കര പൊട്ടപ്പടമാണ്, ആ പടം ഓടത്തുപോലും ഇല്ല, പക്ഷേ അതിൻ്റെ അകത്ത് കുറേ കോമാളിത്തരങ്ങളുണ്ട്, അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാൽ ചിലപ്പോൾ റീച്ച് കിട്ടും, അങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും സിനിമകൾ കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ സിനിമകൾ മുങ്ങിയിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കമ്പനിയുടെ പേര് എൻപടം, അല്ലെങ്കിൽ നന്ദകുമാർ ഫിലിംസ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. പിന്നെ എന്താ പറയുക, എൻ്റെ ഫോൺ നമ്പർ 7902291230. താല്പര്യമുള്ളവർക്ക് വിളിക്കാം, നമുക്ക് മീറ്റ് ചെയ്യാം. ഓരോ സിനിമയ്ക്കും ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, നമുക്ക് സെയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.